തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ വിവാദത്തിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി. ബി.ജെ.പിയുടെ 20 കൗൺസിലർമാരുടെയും സത്യപ്രതിജ്ഞ അസാധുവാണെന്ന് ഹൈക്കോടതി വിധിച്ചു. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. CPM നേതാവും കൗൺസിലറുമായ SP ദീപക് നൽകിയ ഹർജിയിലാണ് നിർണായക വിധി വന്നത്. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരുകൾ ചേർത്ത് ബി.ജെ.പി കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതാണ് വിവാദത്തിന് കാരണമായത്. കേരള മുനിസിപ്പാലിറ്റി നിയമപ്രകാരം ജനപ്രതിനിധികൾ ദൈവനാമത്തിൽ അല്ലെങ്കിൽ സഗൗരവം എന്ന രീതിയിൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടുള്ളൂവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വ്യക്തികളുടെയോ ഇഷ്ടദേവതകളുടെയോ രക്തസാക്ഷികളുടെയോ പേരുകൾ കൂട്ടിച്ചേർക്കുന്നത് നിയമലംഘനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഔദ്യോഗിക സത്യപ്രതിജ്ഞാ വാചകത്തിൽ മാറ്റം വരുത്താനോ സ്വന്തം നിലയ്ക്ക് വാക്കുകൾ ചേർക്കാനോ അംഗങ്ങൾക്ക് അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. പകരം സത്യപ്രതിജ്ഞ അസാധുവാക്കി വീണ്ടും പ്രതിജ്ഞ ചെയ്യാൻ അവസരം നൽകുകയായിരുന്നു. വിവാദ സമയത്ത് സത്യപ്രതിജ്ഞയിൽ അസ്വാഭാവികതയില്ലെന്നായിരുന്നു ബി.ജെ.പിയുടെ നിലപാട്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി വിധി രാഷ്ട്രീയ ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്.